മെയ് 30 OTT-യിലെത്തിയ പ്രേക്ഷകർ കാത്തിരുന്ന സിനിമകൾ ജിയോ ഹോട്ട്സ്റ്റാർ, C5 തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിൽ റിലീസ് ചെയ്ത നിരവധി ആവേശകരമായ സിനിമകളും ഷോകളും എത്തിക്കഴിഞ്ഞു. മലയാള സിനിമയിൽ തന്നെ ചരിത്ര വിജയമായി മാറിയ ഫാമിലി ത്രില്ലർ തുടരും മെയ് 30 മുതൽ ആരംഭിച്ചു. തരുൺമൂർത്തി സംവിധാനം ചെയ്ത സിനിമയുടെ രചന KR സുനിലാണ് നിർവഹിച്ചത്. രജപുത്ര വിഷ്വൽ മീഡിയയുടെ ബാനറിൽ രഞ്ജിത്താണ് സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. മോഹൻലാൽ, ശോഭന, പ്രകാശ് വർമ്മ, ബിനു പപ്പു, ഫർഹാൻ ഫാസിൽ, തോമസ് മാത്യു, അമൃത വർഷിണി, മണിയൻപിള്ള രാജു, ഇർഷാദ്, സംഗീത പ്രതാപ്, നന്ദു, ആർഷ, ചാന്ദിനി, ബൈജു തിലകൻ, ഭാരതി രാജ എന്നിവരാണ് ഈ സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. അടുത്ത OTT റിലീസ് നീഴാർകുടൈ എന്ന തമിഴ് സിനിമയാണ്. ആഹാ തമിഴ് എന്ന OTT പ്ലാറ്റ്ഫോമാണ് നീഴാർകുടൈ എന്ന ഇന്ത്യൻ തമിഴ് സിനിമ OTT റിലീസ് ചെയ്തിരിക്കുന്നത്. ശിവാറുമുഖം രചനയും സംവിധാനവും നിർവഹിച്ച 2025-ൽ പുറത്തിറങ്ങിയ ഇന്ത്യൻ തമിഴ് ഭാഷാ ചിത്രമാണ് നീഴാർകുടൈ. ദേവയാനി, വിജിത്, കൺമണി മനോഹരൻ എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച സിനിമ ദർശൻ ഫിലിംസിന്റെ കീഴിൽ ജ്യോതി ശിവയാണ് നിർമ്മിച്ചിരിക്കുന്നത്. നരേൻ ബാലകുമാറാണ് ഈ സിനിമയുടെ സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ളത്. തമിഴ്, തെലുങ്ക് ഭാഷ ഉള്ളടക്കം വാഗ്ദാനം ചെയ്യുന്ന ഒരു ഇന്ത്യൻ ഓവർ ദി ടോപ്പ് സ്ട്രീമിംഗ് സേവനമായ ആഹാ തമിഴ് എന്ന OTT പ്ലാറ്റ്ഫോമിലൂടെ നീഴാർകുടൈ എന്ന സിനിമ കാണാനാവുന്നതാണ്. അടുത്തത് ജെറി എന്ന സിനിമയാണ്. ടോം ആൻഡ് ജെറി കാർട്ടൂണിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന മലയാള സിനിമയാണ് ജെറി. ഒരു വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന എലിയും അത് ഇല്ലാതാക്കാനുള്ള മനുഷ്യരുടെ ശ്രമവുമാണ് ഈ സിനിമയുടെ ഇതിവൃത്തം. കോമഡി ഫാമിലി എന്റർടൈനറായി ജെറി എന്ന സിനിമ സിമ്പിൾ സൗത്ത് OTT-യിൽ സ്ട്രീം ചെയ്യുന്നുണ്ട്. എന്നാൽ ഇന്ത്യക്ക് പുറത്തുള്ള പ്രേക്ഷകർക്ക് മാത്രമേ ഈ സിനിമ കാണാൻ കഴിയൂ എന്നാണ് വിവരം. അനീഷ് ഉദയ് സംവിധാനം ചെയ്ത സിനിമ ജെയ്സണും ജോയ്സണും ചേർന്നാണ് നിർമ്മിച്ചത്. അരുൺ വിജയ് ആണ് സംഗീത സംവിധാനം നിർവഹിക്കുന്നത്. സണ്ണി ജോസഫ്, റൂത്ത് പി ജോൺ, കോട്ടയം നസീർ, കുമാർ സേതു, അനിൽ ശിവറാം, അബിൻ പോൾ തുടങ്ങിയവർ ജെറി എന്ന സിനിമയിൽ അഭിനയിക്കുന്നു. അടുത്തത് വിരുന്ന് എന്ന സിനിമയാണ്. കണ്ണൻ താമരക്കുളം സംവിധാനം ചെയ്ത് ദിനേശ് പള്ളത്തെഴുതി 2024-ൽ പുറത്തിറങ്ങിയ ഒരു ഇന്ത്യൻ ആക്ഷൻ ഡ്രാമ മൂവിയാണ് വിരുന്ന്. ഈ സിനിമയിൽ അർജുൻ സർജയും നിക്കി ഗിൽറാണിയും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. മുകേഷ്, സോന നായർ, അജു വർഗീസ്, ബൈജു സന്തോഷ്, ഹരീഷ് പേരടി, ധർമ്മജൻ ബോൾഗാട്ടി, ഗിരീഷ് നയ്യാർ എന്നിവർ മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. സിനിമ സിംപ്ലി സൗത്ത് OTT പ്ലാറ്റ്ഫോമിൽ കാണാവുന്നതാണ്. പക്ഷേ ഇന്ത്യയിലെ പ്രേക്ഷകർക്ക് ഇത് ലഭ്യമല്ല. അടുത്തത് ഡാൻസ് പാർട്ടി എന്ന സിനിമയാണ്. സോഹൻലാൽ തിരക്കഥ രചിച്ച് സംവിധാനം ചെയ്ത സിനിമയാണ് ഡാൻസ് പാർട്ടി. ഓർഗ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ റെജി പ്രോത്ത സീസും നെസി റെജിയുമാണ് ഈ സിനിമ നിർമ്മിച്ചിട്ടുള്ളത്. ഡാൻസും മ്യൂസിക്കും ഒക്കെയായി ജീവിക്കുന്ന ഏതാനും ചെറുപ്പക്കാരുടെ ജീവിതമാണ് ഈ സിനിമയിൽ അവതരിപ്പിക്കുന്നത്. വിഷ്ണു ഉണ്ണികൃഷ്ണൻ, ഷൈൻ ടോം ചാക്കോ, ശ്രീനാഥ് ഭാസി, പ്രയാഗ മാർട്ടിൻ, ലെന, സാജു നവോദയ, ശ്രദ്ധ ഗോകുൽ, പ്രീതി രാജേന്ദ്രൻ, ഗോപാൽജി, സജാദ് ബ്രൈറ്റ്, ജാനകി ദേവി എന്നിവരാണ് പ്രധാന വേഷത്തിൽ അഭിനയിക്കുന്നത്. മനോരമ മാക്സിൽ ഈ സിനിമ കാണാവുന്നതാണ്. അടുത്തത് കങ്കാരൂജ എന്ന വെബ് സീരീസ് ആണ്. സോണി ലൈവിൽ സ്ട്രീം ചെയ്യുന്ന 2025-ലെ ഹിന്ദി ഭാഷ ഇന്ത്യൻ ക്രൈം ത്രില്ലർ വെബ് സീരീസ് ആണ് കങ്കാരൂജ. ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത് ചന്ദ്രൻ അറോറയും നിർമ്മിക്കുന്നത് അജയ് റായുമാണ്. റോഷൻ മാത്യു, രോഹിത് റെയ്ന, ത്രിനേത്ര, ഹൽദാർ ഗുമ്മരാജു, സാറ ജെയിൻ ഡയേഴ്സ് എന്നിവർ മുഖ്യ കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നു. ചെറുപ്പത്തിലെ ഒരു കുറ്റകൃത്യത്തിന് 14 വർഷം തടവ് അനുഭവിച്ചതിനു ശേഷം ആശു തന്റെ സഹോദരൻ മാക്സുമായി വീണ്ടും ബന്ധം സ്ഥാപിക്കുന്നു. വിശ്വാസം പുനഃസ്ഥാപിക്കാൻ അവർ പാടുപെടുന്നതിനിടയിൽ ആശുവിന്റെ ഇരുണ്ട ഭൂതകാലവും അപകടകരമായ ബന്ധങ്ങളും വീണ്ടും ഉയർന്നു വരുന്നു. ഇത് മാക്സിന്റെ ജീവിതത്തിനും ബിസിനസിനും ഭീഷണിയാകുന്നതാണ് കഥാതന്തു. ഈ വെബ് സീരീസ് സോണി ലൈവിൽ കാണാവുന്നതാണ്.